ഞാൻ കിട്ടില്ലെന്ന് തന്നെ വിചാരിച്ചാൽ വന്നത്. എനിക്ക് എന്നെ കൊണ്ട് പറ്റില്ല. പപ്പയും മമ്മിയും പറഞ്ഞു കുഴപ്പമില്ല, കിട്ടില്ല കുഴപ്പമില്ല, തിരിച്ചു പോരെ, പ്രശ്നമില്ല രീതിയിലാണ് പറഞ്ഞത്. ഞാൻ ശരിക്കും എക്സാം ബാച്ചിൽ കയറിയിട്ടാണ് എനിക്ക് അത്യാവശ്യം സ്കോറൊക്കെ കൂടി തുടങ്ങിയത്. അതുവരെ എനിക്കൊരു അത്ര വലിയ സ്കോറൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല ആക്ച്വലി. പക്ഷേ എക്സാം ബാച്ചിൽ കയറി തുടങ്ങിയപ്പോഴത്തേക്കും കുറച്ച് ഡിസ്കഷൻസ് കുറച്ച് ഡീപ്പായി പോകാൻ തുടങ്ങി. കുറച്ചധികം ടിപ്സ്, ഇപ്പം പ്രിയങ്ക മാമുള്ള ഹരീഷ് സാറാണെങ്കിലും കുറേ ടിപ്സ് പറയാൻ തുടങ്ങി. അപ്പോൾ ടിപ്സ് പറഞ്ഞു തരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു ഇൻട്രസ്റ്റ് ആവുമല്ലോ നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ എക്സാം ബാച്ചിൽ ശരിക്കും അതാണ് എനിക്ക് ഇത്രയെങ്കിലും സ്കോർ കിട്ടുന്നത് കാരണം എക്സാം ബാച്ചിലെ ക്ലാസ്സാണ്. നമ്മൾ ഇവിടെ ഫോളോ ചെയ്യുന്ന സെയിം പാറ്റേണുള്ള സ്പീക്കിംഗ് കാർഡാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. കാർഡ് കിട്ടിയപ്പോൾ തന്നെ ഹായ്, നല്ല പരിചയമുള്ള കാർഡ്. പിന്നെ ഞാൻ ഇറങ്ങിയ തന്നെ മാമിനെ വിളിച്ചു പറഞ്ഞു, മാം നമ്മൾ ചെയ്തിട്ടുള്ള കാർഡ് എനിക്ക് രണ്ടും കിട്ടിയത്, രണ്ടും നോൺ കേസ് ഒക്കെ ആയിരുന്നു. പിന്നെ സാറ് പറഞ്ഞ കുറേ കീ ആയിട്ടുള്ള കാര്യങ്ങൾ, കീവേഡ്സും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ നോക്കി പോകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടെ റീഡിങ് സിമ്പിളായിട്ട് തോന്നുന്നു. എനിക്ക് ഏറ്റവും പാടുള്ള മൊഡ്യൂൾ റീഡിങ് ലിസണിങ്ങും ആയിരുന്നു. എനിക്കിപ്പം കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ സ്കോർ കിട്ടുന്ന റീഡിങ്ങിനാണ്. സാറുമാരെ മാഡംസൊക്കെ സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ് എനിക്ക് റിസൾട്ട് ചെയ്തത്. എൻ്റെ റിസൾട്ട് ഞാൻ പറയില്ല ഒരിക്കലും.